ഇന്നൊരു കല്യാണ വർക്കിന്റെ വിശേഷങ്ങളായിട്ടാണ് വന്നേക്കുന്നത്. രാവിലെ തന്നെ 2 മണിക്കാവുമ്പോൾ എണീറ്റ് പിള്ളേർക്കൊക്കെ സെറ്റാക്കിയിട്ടാണ് പോണത്. പിള്ളേർക്ക് ചപ്പാത്തി ഉരുളക്കിഴങ്ങ് കറി കട്ടൻ ചായയാണ് വെച്ചിട്ട് പോണത്. ഇതൊക്കെ ഞാൻ സെറ്റാക്കി വെച്ചിട്ട് എന്റെ റെഡി ആവൽ കഴിയുമ്പോഴേക്കും പിള്ളേർ രണ്ടാളും എണീറ്റു. പിന്നെ അവർ രണ്ടാളും ഞങ്ങളൊപ്പം വന്നോട്ടെ എന്ന് വിചാരിച്ചു. അക്കുനെ കൊണ്ടുപോകണില്ലേ, അക്കുനെ വീട്ടിലാക്കിയിട്ടാണ് പോണത്. ആലത്തൂരാണ് വർക്ക്. ഞങ്ങളുടെ അവിടെ 1 മണിക്കൂറോളം യാത്രയുണ്ട്. 4 മണിക്ക് വർക്ക് സ്റ്റാർട്ട് ചെയ്യണം. 3 മണിക്ക് ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. ഇതാണ് ഞങ്ങളുടെ ബ്രൈഡ്, മനീഷ എന്നാണ് ബ്രൈഡിന്റെ പേര്. വർക്കിന് ഞാൻ ഒറ്റയ്ക്കല്ല, ഗീതേച്ചിന്റെ കൂടെ. വർക്കിന്റെ ആദ്യം മുതലുള്ള വീഡിയോ എനിക്ക് എടുക്കാൻ പറ്റിയില്ല, നേരം കിട്ടിയില്ല. അതുകൊണ്ടാണ് എന്റെ വർക്കിന്റെ സമയത്ത് അനിയനും പിള്ളേരും കട്ട പോസ്റ്റ്. അതുകൊണ്ട് തന്നെ നേരം എടുത്തപ്പോൾ അനിയനും പിള്ളേരും ഫോട്ടോഷൂട്ടിന് ഇറങ്ങിയിട്ടുണ്ട്. അയാൾക്ക് ഇവിടെ ഫോട്ടോക്ക് എങ്ങനെ പോസ്റ്റ് ചെയ്തിട്ട് മതിയാവുന്നില്ല. ചീകുട്ടന്റെ കഴിഞ്ഞപ്പോൾ ദേവുട്ടന്റെ ഫോട്ടോഷൂട്ട്. ദേവുട്ടോടെ രജനീകാന്തിന്റെ സ്റ്റൈൽ കാണിക്കാന്ന് വിചാരിക്കണ്ട. കൂളിംഗ് ഗ്ലാസ് എങ്ങനെ വെച്ചിട്ട് ശരിയാവുന്നില്ല. കൂളിംഗ് ഗ്ലാസിന്റെ കുറ്റാണോ ദേവിന്റെ കുറ്റാണോ അറിയാൻ എങ്ങനെയൊക്കെയോ കൂളിംഗ് ഗ്ലാസിനെ സെറ്റാക്കി വെച്ചിട്ട് ഫോട്ടോ എടുത്തിട്ടുണ്ട്. അവരുടെ ഫോട്ടോഷൂട്ട് കഴിഞ്ഞ് വരുമ്പോഴേക്കും എന്റെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട്. ബ്രൈഡിന്റെ ഫൈനൽ ലുക്ക് കാണാവേ. ഇതാണ് ബ്രൈഡിന്റെ ഫൈനൽ ലുക്ക്. ഗീതേശ്വര വീടിന്റെ അടുത്താണ് ബ്രൈഡിന്റെ വീട്. അതുകൊണ്ട് തന്നെ ഗീതേശ്വര വീട്ടിലായിരുന്നു ഞങ്ങളുടെ വർക്ക്. കഴിഞ്ഞപ്പോൾ തന്നെ ഞങ്ങൾ അവിടെ തന്നെ ഭക്ഷണം കഴിച്ചിട്ട് ഇറങ്ങി. ബ്രൈഡൽ മേക്കപ്പുകൾ ചെയ്യണമെങ്കിൽ ഞങ്ങളെ കോൺടാക്ട് ചെയ്യാം. ഞങ്ങൾ ബ്രൈഡ്സിന്റെ വീട്ടിൽ ചെന്ന് വർക്ക് ചെയ്ത് കൊടുക്കുന്നതായിരിക്കും. കോൺടാക്ട് നമ്പർ ഞാൻ ഇതിൽ കൊടുക്കുന്നുണ്ട്. ഞങ്ങൾ വർക്ക് കഴിഞ്ഞിട്ട് പോയോണ്ടിരിക്കുന്ന പോണ വഴിയാണിത്. പോണ വഴിയൊക്കെ നല്ല രസമായിരുന്നു കാണാൻ. ഇത് കൂടെ പോകുമ്പോൾ നല്ല വൈബാണ്. ചുറ്റും മരങ്ങൾ കൊണ്ട് നിറഞ്ഞിട്ടുള്ള ഒരു സ്ഥലത്ത് എത്തിപ്പെടുക എന്ന് പറയുമ്പോൾ തന്നെ നല്ല രസമല്ലേ കാണാൻ. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ. എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. ഇനിയും ഞാൻ നല്ല നല്ല വീഡിയോകളുമായിട്ട് വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്.